Dear students, all of you welcome to my class. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിലെ തേർഡ് മോഡ്യൂളാണ്. അതിലെ ഗ്രാവിറ്റി ഡാംസിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഗ്രാവിറ്റി ഡാം എന്താണെന്ന് പറഞ്ഞു, അതുപോലെ ഒരു ഗ്രാവിറ്റി ഡാമിന് മേലെ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സുകളെ കുറിച്ചാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അതിൽ ഓൾറെഡി 2 ഫോഴ്സസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ആദ്യത്തേത് വാട്ടർ പ്രഷറും രണ്ടാമത്തേത് അപ്ലിഫ്റ്റ് പ്രഷറും. The third external force acting on a gravity dam, that is earthquake force. If the dam is to be designed, is to be located in a region which is susceptible to earthquakes, allowance must be made for stresses generated by the earthquakes. An earthquake produces waves which are capable of shaking the earth upon which the dam is resting in every possible direction. എർത്ത് പ്രോണ്ട് ലൊക്കേഷൻസിലൊക്കെയാണ് ഡാംസ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ എർത്ത് എഫക്റ്റ് കൺസിഡർ ചെയ്തിട്ട് വേണം ഡാം ഡിസൈൻ ചെയ്യാൻ. സോ എർത്ത് എഫക്റ്റ് ഏത് രീതിയിലാണ് വരുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സീസ്മിക് വേവ്സ് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ആക്ട് ചെയ്യാം. അപ്പോൾ അതിലുണ്ടാകുന്ന ഡയറക്ഷൻസൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എർത്ത് ഫോഴ്സിനെ അതിൻ്റെ എഫക്റ്റിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. The effect of an earthquake is therefore equivalent to impairing an acceleration to the foundation of a dam in the direction in which the wave is traveling at the moment. Earthquake wave may move in any direction and for design purpose. It has to resolve in vertical and horizontal components. Hence, 2 accelerations, that is, one horizontal acceleration and one vertical acceleration, are included by an earthquake. The value of these acceleration are generally expressed as percentage of the acceleration due to gravity, that is alpha is equal to 0.1 g or 0.2 g etc. സോ ഇങ്ങനെ എർത്ത് ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം എർത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഫോക്കസ് പോയിന്റ് ഉണ്ട്. പോയിന്റിൽ നിന്നാണ് എർത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എർത്തിലെ സർഫസിലൊരു പോയിൻ്റാണ് എപ്പി സെൻറ്റർ. നമ്മുടെ ഡാം സിറ്റുവേറ്റ് ചെയ്യുന്നതിൻ്റെ താഴ്ഭാഗത്താണ് ഡാംസിൻ്റെ ഫൗണ്ടേഷൻ വരുന്നതല്ലേ. ഈ സീസ്മിക് വേവ്സ് ഫൗണ്ടേഷനെയാണ് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു സീസ്മിക് വേവ് ഫൗണ്ടേഷനിലൂടെ പാസ് ചെയ്യുമ്പോൾ ഫൗണ്ടേഷൻ്റെ ആക്സിലറേഷനെ അത് ഇമ്പാർട്ട് ചെയ്യും. വളരെ മൊമെൻ്ററി ആയിട്ടുള്ള ഫൗണ്ടേഷനെയും ആക്സിലറേഷനെയും ഈ സീസ്മിക് വേവ്സ് ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ആക്സിലറേഷൻ അത് ഏത് പോസിബിൾ ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും ആക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. സോ ദാറ്റ് നമുക്കത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ റിസോൾവ് ചെയ്തിട്ട് വേണം അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ആക്സിലറേഷനെ നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിലറേഷനെ ആൽഫ വി എന്നും വെർട്ടിക്കൽ ആക്സിലറേഷനെ ആൽഫ എച്ച് എന്നും 2 കമ്പോണൻസ് ആക്കി റിസോൾവ് ചെയ്യാം. ഈ ആൽഫ വിയുടെയും ആൽഫ എച്ചിൻ്റെയും വാല്യൂസ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീൻ്റെ സം പെർസെൻറ്റേജ് ആയിട്ടാണ് സാധാരണ എടുക്കാറുള്ളത്. അതായത് 10%, 20% അല്ലെങ്കിൽ 0.1 g ഓർ 0.2 g ഒക്കെ ആയിട്ടാണ് ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ്റെയും വെർട്ടിക്കൽ ആക്സിലറേഷൻ്റെയും വാല്യൂസ് നമ്മൾ എടുക്കുന്നത്. Next upon effect of vertical acceleration, alpha v. A vertical acceleration may either downward or upward. ഒരു വെർട്ടിക്കൽ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ അപ്വേർഡ് ഡയറക്ഷനിലും ഡൗൺവേർഡ് ഡയറക്ഷനിലും അത് ആക്ട് ചെയ്യുന്നുണ്ട്. When it is acting in the upward direction, then the foundation of the dam will be lifted upward and becomes close to the body of the dam. And thus the effective weight of the dam will increase and hence the stress developed will increase. അപ്പോൾ ഒരു വെർട്ടിക്കൽ ആക്സിലറേഷൻ അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷനെ അപ്വേർഡ് ഡയറക്ഷനിൽ പുള്ള് ചെയ്യുകയാണെങ്കിൽ ഒരു ആക്സിലറേഷൻ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ അതെന്ത് സംഭവിക്കും? ഡാംസിൻ്റെ ഫൗണ്ടേഷൻ ഡാമിൻ്റെ ബോഡിയിലേക്ക് ക്ലോസ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലുണ്ടാവുന്ന ഒരു സ്ട്രെസ്സ് കൂടെ, അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് വെയിറ്റ് കൂടെ എന്ന് പറയും. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഡാം ബോഡിയിലേക്ക് ക്ലോസ് ആയിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ
അതിനിടയിലുണ്ടാകുന്ന സ്ട്രെസ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 ഒബ്ജക്റ്റ് തമ്മിൽ ക്ലോസ് കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സ് കൂടി വരികയാണല്ലോ ചെയ്യുന്നത്. നെക്സ്റ്റ് കേസാണ് വെർട്ടിക്കൽ ആക്സിലറേഷൻ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഫൗണ്ടേഷൻ ഡാമിൻ്റെ ബോഡിയിൽ നിന്ന് അകന്നു പോകാനാണ് ശ്രമിക്കുക, ടു മൂവ് എവേ ഫ്രം ദി ഡാം ബോഡി. അപ്പോൾ എന്താ സംഭവിക്കുക? ഇതൊരു ഒറ്റ സ്ട്രക്ചർ ആയിട്ടാണ് നിൽക്കുന്നത്. അതിലേക്ക് ഡൗൺവേർഡ് ആയിട്ട് ഒരു ആക്സിലറേഷൻ ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ് വെയിറ്റ് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ, അതായത് വെർട്ടിക്കൽ ആക്സിലറേഷൻ അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ മറിച്ച് ഈ കേസിൽ എഫക്റ്റീവ് വെയിറ്റ് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും വേഴ്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത് ഡൗൺവേർഡ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷനാണ്. നൗ അത്തരത്തിലുള്ള ഒരു ആക്സിലറേഷൻ ഉണ്ടാകുമ്പോൾ ഫൗണ്ടേഷൻ ഒന്നെങ്കിൽ അപ്വേർഡോ ഡൗൺവേർഡോ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഇനേർഷ്യ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സച്ച് ആക്സിലറേഷൻ വിൽ ദെയർഫോർ എക്സെർട്ട് ആൻ ഇനേർഷ്യ ഫോഴ്സ് ഗിവൺ ബൈ W/G ഇൻറ്റു ആൽഫ വി, ദാറ്റ് ഈസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇനേർഷ്യ കണ്ടുപിടിക്കാൻ നമ്മൾ മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന ഇക്വേഷൻ വെച്ചാൽ നമുക്ക് ഇനേർഷ്യ കിട്ടും അല്ലേ. ഇവിടെ മാസ് എന്ന് പറയുന്നത് വെയിറ്റ് ബൈ ജി ആണ്. അതായത് വെയിറ്റ് ഓഫ് ദ ഡാം W/G ചെയ്താൽ നമുക്ക് മാസ് കിട്ടി. അതിലെ ആക്സിലറേഷനെ നമ്മൾ ആൽഫ വി എന്നായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ചെയ്താൽ നമുക്ക് ഇനേർഷ്യ കിട്ടി. ദെൻ ദ നെറ്റ് എഫക്റ്റീവ് വെയിറ്റ് ഓഫ് ദി ഡാം ഈസ് ഈക്വൽ ടു W മൈനസ് W/G ഇൻറ്റു ആൽഫ വി. എഫക്റ്റീവ് വെയിറ്റ് ഓഫ് ഡാം കണ്ടുപിടിക്കാൻ ടോട്ടൽ വെയിറ്റിൽ നിന്ന് ഇനേർഷ്യ ഫോഴ്സ് മൈനസ് ചെയ്താൽ ഡാമിൻ്റെ എഫക്റ്റീവ് വെയിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഡാംസിൻ്റെ എഫക്റ്റീവ് വെയിറ്റ് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അവിടെ ഉണ്ടാകുന്ന സ്റ്റെബിലിറ്റി കുറവാണ്, ഡാംസിലുണ്ടാകുന്ന സ്റ്റെബിലിറ്റി കുറവായിരിക്കും. നേരെ മറിച്ച് അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ അവിടെ വെയിറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെബിലിറ്റിക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമുക്ക് ആക്സിലറേഷനെ ആൽഫ വി എന്ന് റെപ്രസെൻ്റ് ചെയ്താൽ ആൽഫ വിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് KV ഇൻറ്റു G ആണ്. KV എന്ന് പറഞ്ഞാൽ ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ഗ്രാവിറ്റി അഡോപ്റ്റഡ് ഫോർ വെർട്ടിക്കൽ ആക്സിലറേഷൻ. 0.1, 0.2 അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വാല്യൂസ് വരുന്നത്. അപ്പോൾ എഫക്റ്റീവ് വെയിറ്റിൻ്റെ ഇക്വേഷനിൽ ആൽഫ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ വരും: W മൈനസ് W/G ഇൻറ്റു KV ഇൻറ്റു G ഈസ് ഈക്വൽ ടു W ഇൻറ്റു 1 മൈനസ് KV. അപ്പോൾ അതിനെ നമുക്ക് വേറൊരു രീതിയിലും കൂടിയും പറയാം. ഇൻ അതർ വേർഡ്സ്, വെർട്ടിക്കൽ ആക്സിലറേഷൻ റെഡ്യൂസസ് ദ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ ഡാം മെറ്റീരിയൽ ആൻഡ് ദാറ്റ് ഓഫ് വാട്ടർ ടു 1 മൈനസ് KV ടൈംസ് their ഒറിജിനൽ യൂണിറ്റ്സ് വെയ്റ്റ്സ്. നെക്സ്റ്റ് ഈസ് എഫക്റ്റ് ഓഫ് ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ ആൽഫ H. ഇനി ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ ആണ് ഉണ്ടാകുന്നതെങ്കിൽ 2 ഫോഴ്സസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ഹൈഡ്രോഡൈനാമിക് പ്രഷറും ഹൊറിസോണ്ടൽ ഇനേർഷ്യ ഫോഴ്സും. ആദ്യം നമുക്ക് ഹൈഡ്രോഡൈനാമിക് പ്രഷർ നോക്കാം. ആക്സിലറേഷൻ ഓഫ് ഡാം ആൻഡ് ഫൗണ്ടേഷൻ വിൽ കോസ് momentary increase in the water pressure as the water resists the movement. The extra pressure exerted is known as hydrodynamic pressure. ഒരു ഡാം ഫൗണ്ടേഷൻ്റെ ഒക്കെ വെയിറ്റ് കാരണം റിസർവോയറിൻ്റെ ഭാഗത്തേക്ക് ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള വാട്ടർ ആ ആക്സിലറേറ്റ് ചെയ്യുന്ന ഡാം ഫൗണ്ടേഷൻ്റെ വെയിറ്റിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനിടയിലുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന എക്സ്ട്രാ പ്രഷറിനെയാണ് ഹൈഡ്രോഡൈനാമിക് പ്രഷർ എന്ന് പറയുന്നത്. ഈ ഹൈഡ്രോഡൈനാമിക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രഷർ ഡയഗ്രാമാണ് റൈറ്റ് സൈഡിൽ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ദെൻ ഹൊറിസോണ്ടൽ ഇനേർഷ്യ ഫോഴ്സ്. In addition to hydrodynamic pressure, the horizontal acceleration produces an inertia force in the body of the dam. This force is generated in order to keep the body and the foundation of the dam together as one piece. The direction of the produced force will be opposite to the acceleration imparted by the earthquake.
അപ്പോൾ ആദ്യം നമ്മൾ ഹൈഡ്രോഡൈനാമിക് പ്രഷറിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. അതുകൂടാതെ ഈ ഒരു ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ ഉണ്ടാവുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന വേറൊരു ഫോഴ്സാണ് ഹൊറിസോണ്ടൽ ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എർത്ത് ഫോഴ്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ ഡാമിൻ്റെ ഫൗണ്ടേഷനെയൊക്കെ അവിടെ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കീപ്പ് ചെയ്യുന്ന ഫോഴ്സാണ് ഈ ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഡയറക്ഷനിലാണോ എർത്ത് ഉണ്ടാകുന്നത് ആ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഹൊറിസോണ്ടൽ ഇനേർഷ്യ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഡാമിൻ്റെ അപ്സ്ട്രീം സൈഡിലേക്കാണ് വേവ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇനേർഷ്യ ഫോഴ്സ് ഉണ്ടാവുക. ഓക്കെ, ഒരു ഗ്രാവിറ്റി ഡാമിൽ ആക്ട് ചെയ്യുന്ന നെക്സ്റ്റ് എക്സ്റ്റേണൽ ഫോഴ്സാണ് സിൽറ്റ് പ്രഷർ. ഇറ്റ് ഹാസ് ബീൻ എക്സ്പ്ലെയിൻഡ് അണ്ടർ reservoir sedimentation that silt gets deposited against the upstream face of the dam. If h is the height of the silt deposited, then the force exerted by this silt in addition to external water pressure can be represented by Rankine's formula. അപ്പോൾ ഇവിടെ സിൽറ്റ് പ്രഷറിൻ്റെ കേസിൽ പറയുന്നത് ഒരു ലോങ് പീരിയഡ്സ് ഒക്കെ കഴിയുമ്പോൾ റിസർവോയേഴ്സ് സിൽറ്റ് ഡെപ്പോസിറ്റഡ് ആവും അല്ലേ. ആ റിസർവോയേഴ്സിൻ്റെ അപ്സ്ട്രീം സൈഡിൽ സിൽറ്റ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിൽറ്റ് വന്ന് അടിയുന്നത് കൊണ്ട് ആ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്, ഡാംസിൻ്റെ മേലെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് പഠിച്ച വാട്ടർ പ്രഷർ അതിലെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സിൽറ്റ് പ്രഷറിനുമുള്ളത്. വാട്ടർ പ്രഷറിൻ്റെ സ്ഥാനത്ത് സിൽറ്റ് പ്രഷറാണ് വരുന്നത് എന്നുള്ളൂ. അപ്പോൾ ഇവിടെ സിൽറ്റ് പ്രഷറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് റാങ്കിൻസ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. ആ ഫോർമുല എന്താണെന്ന് നോക്കാം. പി സിൽറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഗാമ സബ് എച്ച് സ്ക്വയർ കെ എ ആൻഡ് ഇറ്റ്സ് ആക്ട് അറ്റ് h/3 ഫ്രം ബേസ്. അപ്പോൾ ഇതാണ് സിൽറ്റ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ. ഈ ഒരു ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്നത് h/3 ഫ്രം ബേസ് ആണ്. ബേസിൽ നിന്ന് 1/3 ഹൈറ്റിലാണ് ഈ പ്രഷർ ആക്ട് ചെയ്യുന്നത്. ഇവിടെ സ്മോൾ ലെറ്റർ എച്ച് എന്ന് പറയുന്നത് എന്താ, സിൽറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഹൈറ്റാണ് എച്ച് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഗാമ സബ് എന്ന് പറയുന്നത് സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ഓഫ് എ സിൽറ്റ് മെറ്റീരിയലാണ്. അതുപോലെ എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് സിൽറ്റ് ഡെപ്പോസിറ്റഡ് ആണെന്ന് പറഞ്ഞു. അതിൽ കെ എ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 1 - sin θ ഡിവൈഡ് ബൈ 1 + sin θ. അതിൽ തീറ്റ എന്ന് പറയുന്നത് ഈസ് ദ ആംഗിൾ ഓഫ് internal friction of soil and cohesion is neglected. ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ ആണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സിൽറ്റ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് വേവ് പ്രഷർ. Waves are generated on the surface of the reservoir by the blowing winds, which causes a pressure towards the downstream side. Wave pressure depends upon the wave height. Wave height may be given by the equation. അപ്പോൾ ഈ ഒരു വേവ് പ്രഷർ എന്ന് പറയുന്നത് ഈ റിസർവോയേഴ്സിലുള്ള വാട്ടറിൽ വിൻഡിൻ്റെ ആക്ഷൻ കാരണം വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഈ വേവ്സ് ഇവിടെ ഉണ്ടാകുന്ന വേവ്സ് ഡാംസിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിലേക്കാണ് ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ആ ഡാം സ്ട്രക്ചറിലേക്ക് ഒരു എക്സ്ട്രാ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ആ വേവിൻ്റെ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ വേവ് ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഇക്വേഷനും നോക്കിയാൽ ഫസ്റ്റ് ഇക്വേഷൻ ഈസ് ലെസ് ദാൻ 32 കിലോമീറ്റേഴ്സ് ആൻഡ് ദി സെക്കൻഡ് ഇക്വേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ 32 കിലോമീറ്റേഴ്സ്. ഇക്വേഷൻ എന്ന് പറയാം. HW is equal to 0.032 root of V into F plus 0.763 minus 0.271 F 3/4 for F less than 32 kilometer. And second equation HW is equal to 0.032 root of V into F for F greater than 32 kilometers. അപ്പോൾ ഇതിൽ എന്താണ് എഫ് എന്നറിയണം, എന്നാലേ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് വിൻഡ് ഇൻ കിലോമീറ്റർ പെർ ഹവർ ആണ്. എഫ് എന്ന് പറഞ്ഞാൽ ഫെച്ച് ഓർ സ്ട്രൈറ്റ് ലെങ്ത് ഓഫ് വാട്ടർ
എക്സ്പാൻഡ്സ് ഇൻ കിലോമീറ്റേഴ്സ്. അതായത് ഈ റിസർവോയറിൽ എത്ര ലെങ്ത്തിലാണ് അല്ലെങ്കിൽ ഫെച്ച് എത്ര ദൂരമുണ്ട് ആ വാല്യൂ ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു വേവ് ഉണ്ടാവുന്നത്. ഇതിലൊരു ക്രസ്റ്റ് പോർഷനും അതുപോലെ ട്രഫ് പോർഷനും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ക്രസ്റ്റ് പോർഷൻ്റെയും ട്രഫ് പോർഷൻ്റെയും തമ്മിലുള്ള ഹൈറ്റാണ് വേവ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വേവ്സ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷൻ ആയിട്ടാണ്. ഡാംസിൻ്റെ അപ്സ്ട്രീം സൈഡിൽ ഡൗൺവേർഡ് ഡയറക്ഷൻ ആയിട്ടാണ് ഡാമിൻ്റെ സ്ട്രക്ചറിലേക്കാണ് വേവ് പ്രഷർ ആക്ട് ചെയ്യുന്നത്. അടുത്തതായി ഡാംസിൽ ആക്ട് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ഫോഴ്സാണ് ഐസ് പ്രഷർ. The ice pressure which may be formed on the surface of the reservoir in cold countries may sometimes melt and expand. The dam face has then resist the thrust exerted by the expanding ice. This force acts linearly along the length of the dam and at the reservoir level. The magnitude of this force varies from 250 to 1500 kN per meter square depending upon the temperature variations. On an average, a value of 500 kN per meter square may be allowed under ordinary conditions. അപ്പോൾ കോൾഡ് കൺട്രീസിലൊക്കെ ഈ വാട്ടർ സർഫസിൽ ഐസ് ഫോം ചെയ്യുന്നുണ്ട്. സോ അത് വെതറിനനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് അവിടുത്തെ ത്രസ്റ്റ്. ഈ ത്രസ്റ്റ് ഡാംസ് സ്ട്രക്ചർ റെസിസ്റ്റ് ചെയ്യേണ്ടി വരും. സാധാരണ ഒരു ഡാംസിൽ ഐസ് പ്രഷറിൻ്റെ വാല്യൂ വരുന്നത് 250 to 1500 kN per meter square വരെയാണ്. അതിലൊരു ആവറേജ് വാല്യൂ ആയിട്ട് നമ്മൾ 500 kN per meter square ആണ് കൺസിഡർ ചെയ്യാറുള്ളത്. The last one is the weight of the dam. Weight of the dam and foundation is the major resisting force. ഒരു ഡാമിൻ്റെ കേസിൽ അതിൻ്റെ റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് ആണ്, ഡാമിൻ്റെ സെൽഫ് വെയിറ്റ് ആണ്. ഇൻ 2D അനാലിസിസ് യൂണിറ്റ് ലെങ്ത് ഓഫ് ഡാം ഈസ് കൺസിഡേർഡ്. നമ്മൾ ഡാമിൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ 2D അനാലിസിസ് ചെയ്യുന്ന സമയത്ത് യൂണിറ്റ് ലെങ്ത് ഉള്ള ഡാമിൻ്റെ സെക്ഷനാണ് കൺസിഡർ ചെയ്യാറുള്ളത്. ഓക്കെ, അതുപോലെ ദ ക്രോസ് സെക്ഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു റെക്റ്റാങ്കിൾസ് ആൻഡ് ട്രയാങ്കിൾസ്. വെയിറ്റ് ഓഫ് ഈച്ച് എലോങ് വിത്ത് ഇറ്റ്സ് CG ആർ ഡിറ്റർമൈൻഡ്. സോ നമുക്കൊരു ഡാമിൻ്റെ ക്രോസ് സെക്ഷൻ നമുക്കറിയാം, കറക്റ്റ് ട്രയാങ്കിൾസ് അല്ല അല്ലേ, റെക്റ്റാങ്കിൾസിൻ്റെയും ട്രയാങ്കിൾസിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ക്രോസ് സെക്ഷനെ ട്രയാങ്കിൾസും റെക്റ്റാങ്കിൾസും ഒക്കെ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് ഓരോന്നിൻ്റെയും ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ CGയും കണ്ടുപിടിക്കും. CG എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ നമുക്ക് കിട്ടിയ ഓരോ വെയിറ്റും ആഡ് ചെയ്താൽ അതിൻ്റെ ടോട്ടൽ വെയിറ്റ് കിട്ടും, അതായത് റിസൾട്ടൻ്റ് വെയിറ്റ്. ഈ റിസൾട്ടൻ്റ് വെയിറ്റ് ആക്ട് ചെയ്യുന്നത് ഡാംസിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ഗ്രാവിറ്റി ഡാമിൽ വരുന്നത്. അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഓരോ ഫോഴ്സിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.